ഹലോ, ഇന്ന് ഞാനൊരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. ലെറ്റ്സ് ഗോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചക്കായ മീഡിയം സൈസ് കട്ട് ചെയ്ത് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. കായ വേവുന്നതിനിടയിൽ തന്നെ നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടി തേങ്ങ ചെറിയതിലിട്ട് കുറച്ച് ജീരകവും പച്ചമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കായ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമ്മുടെ കായയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അത് ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് ഒരു 2 to 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 to 4 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി നമ്മൾ കൈ വിടാണ്ട് തന്നെ നമ്മുടെ കറി ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കറിയുടെ ടെക്സ്ചർ മൊത്തത്തിൽ മാറിപ്പോവും. അപ്പോൾ നമ്മൾ ഈ 3 to 4 മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കറിയുടെ ടെക്സ്ചർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 4 മിനിറ്റ്സിന് ശേഷം നമുക്ക് ഇതിലോട്ട് തൈര് ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് തൈര് തീരെ കട്ടയില്ലാണ്ട് എടുത്തത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളപ്പിക്കണ്ട. കാരണം ഒരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഒന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വറവ് കൊടുക്കാം കേട്ടോ. വറവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഞാൻ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം കറിവേപ്പിലിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ പച്ചക്കായ മോര് കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മോരുകറി ഇവിടെ റെഡിയാണ്. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ മോരുകറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.